നമ്മുടെ വീട്ടിലൊക്കെ മാവിൻ്റെ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മാവിൽ അതുപോലെ കൊഴിഞ്ഞ് വീഴുന്ന മാവിൽ പഴുത്തതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതെടുത്ത് നന്നായി കഴുകി ഇതുപോലെ മുറിച്ച് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കിട്ട് നന്നായി ഒന്ന് തിളയ്ക്കുക, എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മളിത് അന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഡെറ്റോളും അതുപോലെ തന്നെ ഉജാല 2-3 ഡ്രോപ്പും ഒറ്റിച്ചിട്ട് നമ്മളിതുപോലെ ഒരു ബോട്ടിലാക്കുക. അതിലിപ്പോൾ 2 ബോട്ടിലാക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ നമ്മൾ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ആക്കാത്ത വെള്ളം നമ്മൾ വീടിനകമൊക്കെ തുടയ്ക്കാനായിട്ടും ഫ്ലോർ അതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ടൊക്കെ നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് മിക്സ് ആക്കിയിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് സിങ്ക്, വാഷ് ബേസിൻ, ബാത്റൂമിൽ ക്ലോസറ്റ്, അതുപോലെ സ്റ്റീൽ ടാപ്പ് ഒക്കെ നമുക്ക് കഴുകണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. അതായത് നമ്മൾ മാവിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മൾ ഉജാലയൊക്കെ മിക്സിങ് ആക്കിയിരിക്കുന്നത് കൊണ്ട് നല്ല പോലെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ഹെൽപ്പ് ആക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ.